ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ. മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ദിലീപിന്റെ അറസ്റ്റ് എന്നെ ഞെട്ടിച്ചു. സന്തോഷ് പണ്ഡിറ്റ്. വ്യത്യസ്തങ്ങളിലൂടെ മലയാളികളെ ഞെട്ടിച്ച താരമാണ് സാക്ഷാൽ സന്തോഷ് പണ്ഡിറ്റ്. അഭിനയവും സംഗീതവും എഡിറ്റിംഗും ഛായാഗ്രഹണവുമൊക്കെയായി ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്ത് സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയ്ക്ക് പെർഫെക്ഷൻ ഇല്ലെന്ന ആരോപണമായിരുന്നു ആദ്യം. എന്നാൽ ഈ വാദവും ഒരു മാർക്കറ്റിംഗ് തന്ത്രമായി സ്വീകരിച്ച അദ്ദേഹം ഇപ്പോൾ മുഖ്യധാരാ സിനിമയുടെയും ഭാഗമാവുകയാണ്. മമ്മൂട്ടിക്കൊപ്പം പുതിയ ചിത്രത്തിൽ മുഴുനീള വേഷമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇതോടൊപ്പം ഒരു ബഹുഭാഷാ ചിത്രത്തിലും ഇദ്ദേഹം ഭാഗമാവുകയാണ്. പുതിയ സിനിമാ വിശേഷങ്ങൾ മലയാള ഓൺലൈനുമായി പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ അഭിനയിക്കുന്നത് ഷിജിത്ലാൽ എന്ന സംവിധായകന്റെ ചിത്രത്തിലാണ്. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം ഞാൻ സംവിധാനം ചെയ്ത മൂന്നാമത്തെ ചിത്രമാണ്. ഗോവ, വർക്കല എന്നിവിടങ്ങളിലായിരിക്കും ഷൂട്ടിംഗ്. മലയാളം, തെലുങ്ക്, ഹിന്ദി, തമിഴ് ഭാഷകളിൽ ചിത്രം ഇറങ്ങും. സ്ത്രീകൾക്ക് പ്രാമുഖ്യം നൽകുന്ന ചിത്രമായിരിക്കും. സോണിയ അഗർവാൾ, ലീന കപൂർ എന്നിവരായിരിക്കും നായികമാർ. മലയാളത്തിലെ ഒരു സൂപ്പർ താരവും ചിത്രത്തിൽ അഭിനയിക്കും. എന്റെ സംവിധാനത്തിലുള്ള ചിത്രമല്ലാത്തതുകൊണ്ട് എനിക്ക് സിനിമയെക്കുറിച്ച് തുറന്നു പറയുന്നതിൽ നിയന്ത്രണങ്ങളുണ്ട്. സിനിമ പുറത്തു വന്നിട്ട് എല്ലാം അറിഞ്ഞാൽ മതിയെന്ന നിലപാടിലാണ് അണിയറ പ്രവർത്തകർ. അതുകൊണ്ട് സസ്പെൻസ് കുറിക്കുന്നില്ല. തിരക്കുള്ള നടനായോ? ഒരു സിനിമാക്കാരൻ മമ്മൂട്ടി ചിത്രം, പിന്നെ ഈ ചിത്രവും. ഇപ്പോൾ തന്റേതല്ലാത്ത മൂന്നാമത്തെ സിനിമയിലാണ് അഭിനയിക്കുന്നത്. എന്റെ സ്വന്തം സിനിമ ഉരുക്ക് സതീശൻ നീണ്ടുപോകുന്നു എന്നതാണ് സങ്കടം. അതിന്റെ നായകൻ തല മൊട്ടയടിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് കൊണ്ട് ഉരുക്ക് സതീശന്റെ ജോലി തടസ്സപ്പെട്ടു. ഇനി ഒരു 5 ദിവസത്തെ ഷൂട്ടിംഗ് ഉരുക്ക് സതീശന്. പക്ഷേ മുടിയുള്ള ഗെറ്റപ്പ് പറ്റില്ല. മറ്റ് സിനിമകളൊക്കെ മുടിയുള്ള സന്തോഷ് പണ്ഡിറ്റിനെയാണ് ആവശ്യം. എന്റെ സിനിമകളുടെ പ്രത്യേകത പെട്ടെന്ന് ഷൂട്ടിംഗ് തീരെ എന്നുള്ളതാണ്. വേറെ ഒരു തമിഴ് സിനിമയുടെ ചർച്ച നടക്കുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ബംഗാളികളെ അറസ്റ്റ് ചെയ്യുമോ എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇങ്ങനെ ഒരു അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല. ശരിക്കും ഞെട്ടിപ്പോയി. ഇപ്പോൾ ഈ നടൻ കുറ്റാരോപിതനാണ്. ബാക്കി കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് ഒരുപാട് പേർ ഇദ്ദേഹത്തിനെതിരെ പരാതിയുമായി വരുന്നതും പുതിയ കേസുകൾ ഉണ്ടാകുന്നതുമാണ് ശരിക്കും എന്നെ ചിന്തിപ്പിച്ചത്. സന്തോഷ് പണ്ഡിറ്റ് മനോരമ ഓൺലൈനോട് പറഞ്ഞു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ. മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും.